Hi friends, welcome to Taste Buds. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ മപ്പാസ് ആണ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഡിഷാണ്. ഒരു സ്പെഷ്യൽ മപ്പാസ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം തന്നെ നമ്മളൊരു ചിക്കനാണ്. ഇത് 2 കിലോ 2 ഒരു കോഴിയാണ്. അത് ഏകദേശം 1.25 കിലോ ചിക്കൻ കാണും ഡ്രസ്സ് ചെയ്തതിന് ശേഷം. പിന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് ആവശ്യത്തിന് ഒരു 6-7 പീസ് അണ്ടിപ്പരിപ്പ്. പിന്നെ തേങ്ങ ഒരു 1.5 മുറി, 1.5 മുറി, ഒരു തേങ്ങയല്ല 1.5 മുറി തേങ്ങ. പിന്നെ സവോള ഒരു 3 സവോള വലുത് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 10-12 കഷ്ണം ചെറുള്ളി കുരുകുരാന്ന് അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് എണ്ണ, പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 6-8 അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുണ്ട് ഒരു 6-8, നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു 8 പച്ചമുളകാണ്. ഇപ്പോൾ 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മല്ലിപ്പൊടി ആവശ്യത്തിന്, കടുക്, ഗരം മസാല 2.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സാധനം. കുരുമുളക് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് വേണമെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടതാണ് കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ സാധാ ആവശ്യമുള്ള പട്ട, ഗ്രാമ്പു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മപ്പാസിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. പാൻ നന്നായി തന്നെ ഒന്ന് ചൂടാവണം. പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുക് മൊത്തം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്തതായി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പട്ടയും ഗ്രാമ്പുവും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള നമ്മൾ 3 വലിയ സവോളയാണ് എടുത്തിരുന്നത്. അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് നന്നായി വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക ഉപ്പ് ചേർത്ത്. ഇതേ സമയം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഇതെല്ലാം ഒന്ന് നന്നായി അരച്ചെടുത്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ സവോള പകുതിയോളം വഴണ്ടു. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുപുള്ളി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒരു പകുതിയോളം വഴണ്ടു വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മല്ലി, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക.
അതായത് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിൽ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് എരിവിന് 4 സ്പൂൺ മതിയാവും. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടിയാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി വെള്ളം ഊറ്റി എടുത്തതാണ്. നമ്മളൊരു അരമണിക്കൂറോളം നമ്മൾ പാത്രത്തിൽ വെള്ളം ഊറ്റാൻ വെച്ചിരുന്നതാണ്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ ഇത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി ചേർക്കുക. ഇപ്പം നന്നായി മിക്സ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് നേരത്തേന് ഇതൊന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തേന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. 1-ാം പാലും 2-ാം പാലും നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ മൂടി തുറന്ന് നോക്കുകയാണ് ഇനി ചിക്കൻ എന്തോരം വെന്തു. ഇപ്പോൾ നമ്മളൊരു 10-12 മിനിറ്റ് ആയി നമ്മുടെ ചിക്കൻ വേവുന്നു. ഇപ്പോൾ ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി നന്നായി ഒന്ന് മിക്സായി. വേറെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ, നേരത്തെ എടുത്തതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. രണ്ടാം പാൽ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂട് നമുക്ക് ഇപ്പോൾ ഫുള്ള് ചൂട് കൂട്ടിയിടാം ഗ്യാസിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല തിക്ക് ഗ്രേവിയാണ് ഇപ്പം തന്നെ ഉള്ളത്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാൻ കിടക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ എടുത്തത് അരച്ചത് അതും ചേർക്കാനുണ്ട്. ഇപ്പം തന്നെ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ എരിവെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്കൊരു കുറച്ചുകൂടെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണും കൂടെ ഞങ്ങൾ ഇടുകയാണ്. 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം, അരച്ച് വെച്ചിരിക്കുന്നു. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അതും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മപ്പാസ് കറി ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തിളച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്കൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മപ്പാസ് കറി, ചിക്കൻ മപ്പാസ് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനടി അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോട് ചേർന്നുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. അടിപൊളിയാ.